നമസ്കാരം. ഞാനിന്ന് ലൈവായിട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. 2025 മെയ് മാസം 18-ാം തീയതി രാഹുവും കേതുവും രാശി മാറുന്ന ദിവസമാണ്. അന്ന് ഞാൻ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ അതിനകത്ത് പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാനിന്ന് ലൈവായിട്ട് വന്നത്. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീകാളഹസ്തി ക്ഷേത്രത്തിലാണ് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സർപ്പ പൂജയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജ കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി ചെയ്യണമെങ്കിൽ നല്ല ഒരു ധനച്ചെലവുണ്ടാവും. അവിടെ 500 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള രാഹു കേതു ദോഷപരിഹാര പൂജയുണ്ട്. അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യഥേഷ്ടമൊക്കെ പോയി അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാൽ ഇത്രയും ദൂരെ പോയി ഈ പൂജ ചെയ്യുവാൻ നിർവാഹമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പലവിധമായ പ്രതിസന്ധികളിലും കഷ്ടതകളിൽ കൂടി പോകുന്ന ഒരുപാട് പേരുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കുട്ടികളൊക്കെ പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്നവരുണ്ട്. ജോലിയിൽ സ്ഥിരതയില്ലാത്തവരുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ ഇപ്പോൾ പല പ്രാവശ്യം രാഹു കേതു പൂജ ഈ ചാനലിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി കടബാധയിൽപ്പെട്ട ഒരുപാട് പേരൊക്കെ അതിൽ നിന്ന് മോചിതരായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരുപാട് പേർക്ക് രക്ഷപ്പെടാൻ പറ്റി, പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ ഉള്ളവർ, പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരൊക്കെ ചെയ്യുക. 1000 രൂപയുള്ളതിൻ്റെ ചിലവ്. അപ്പോൾ നിങ്ങളുടെ മേൽവിലാസം വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫോൺ പേ, GPay ഒക്കെ ചെയ്ത് 1000 രൂപ അയച്ചു തരിക. ഞാൻ പൂജയൊക്കെ ചെയ്തതിന് ശേഷം പ്രസാദവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ പൂജ പൂർണ്ണമായി. 1.5 വർഷക്കാലം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യാം. ഒരു പ്രാവശ്യം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാ മാസവും ചെയ്യാം. കാളഹസ്തിയിലൊക്കെ എല്ലാ മാസവും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നേരിട്ട് വന്നത്. ഇനിയും ഏതെല്ലാം നേരിട്ട് വന്നതല്ലേ, ജ്യോതിഷപരമായ പ്രത്യേകതകളും കൂടി പറഞ്ഞിട്ട് അങ്ങ് പോകാം. നക്ഷത്രഫലം വേറൊരു അധ്യായമായിട്ട് അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ 2025 മെയ് മാസം 13-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഞാൻ ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 30-ാം തീയതിയാണ്. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 23-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:29 ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി ചൊവ്വാഴ്ച രാത്രി 12:35 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ 9:11 വരെ ഉണ്ടായിരിക്കും. 9:11 മുതൽ ചൊവ്വാഴ്ച രാവിലെ 9:11 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:49 വരെ അനിഴ നക്ഷത്രമാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനിഴ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. അനിഴ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ: വിശാഖം, ചിത്തിര, പൂയം, ആയില്യം, പൊരുട്ടാതി, ഉത്രട്ടാതി, ഉത്രം. ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇനിയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം മേടക്കുൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകൾക്ക് പ്രതിസന്ധി ഉണ്ടാകാം. ചിങ്ങക്കുൽപ്പെട്ട മകം നക്ഷത്ര ജാതകർക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അത്തം, ചോതി, ഇത്രയും നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യണമല്ലോ. ചൊവ്വാഴ്ച ദിവസം മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം നോക്കി ചെയ്യുക. ജീവിത വിജയം ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മളത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ശുഭസമയമൊക്കെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉന്നമനമൊക്കെ ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്താൽ പോരാ. ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെല്ലാം, ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ശുഭസമയമൊക്കെ നോക്കി ചെയ്യുക. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഒരു ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 3:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കിയും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം.
ഇനിയും പതിപോലെ സംഖ്യാശാസ്ത്രം പറയുന്നു. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 13 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിന് പരിഹാരമായിട്ട് നിറങ്ങളെ ആശ്രയിക്കുക. മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ നിറങ്ങളെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. മാത്രമല്ല, അങ്ങനെ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് ധനപരമായ നേട്ടത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റ് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കമൻറ്റുകളൊക്കെ ചെയ്യണം. മഹാദേവൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കും. മഹാദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്യുമ്പോൾ മഹാദേവ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവനെ അനുഗ്രഹിക്കണം. അവർ മുടങ്ങാതെ കാണാനുള്ള താല്പര്യം അവർക്കുണ്ടാകണം. അവരുടെ ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരെ രക്ഷിക്കണം മഹാദേവ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. എന്നും രാവിലെ പൂജയുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യും. തീർച്ചയായിട്ടും നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ ഒരു കമൻറ്റ് ഇട്ടു, ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞിട്ട് ഞാൻ മറിഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടു. മറിഞ്ഞിരിക്കുന്നതല്ല, എന്നും ഇപ്പോൾ ലൈവായിട്ടൊന്നും വീഡിയോ ചെയ്യുവാൻ സാഹചര്യം ഒത്തുന്നു വരത്തില്ല. അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചിലപ്പോൾ ലൈവ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പോണ വഴിക്കാണെങ്കിലും എവിടെ ഇരുന്നാണെങ്കിലും ഒക്കെ ലൈവ് ഇല്ലാതെ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വേണമല്ലോ. അപ്പം അതുകൊണ്ടാണ് എന്നും ലൈവിൽ വരാൻ കഴിയാത്തതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറയാം. ചൊവ്വാഴ്ച ദിവസം ധനപരമായ നേട്ടം അനിഴ നക്ഷത്രപ്രകാരം, അതായത് ചൊവ്വാഴ്ച രാവിലെ 9:11 മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:49 വരെയുള്ള സമയമാണ് അനിഴ നക്ഷത്ര സമയം. ഈ സമയത്ത് ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വിശാഖ നാളുകാർക്ക് പ്രതീക്ഷിക്കാം പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകിരം, പൂയം, പൂരം, വിശാഖം, അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനം കൊടുത്തു വാങ്ങലും കടം ചോദിച്ചാൽ കിട്ടും, തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ഈ നാളുകാർക്കൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അന്നത്തെ ദിവസം ഉണ്ടായാൽ പോലും ധനപരമായ വിഷയം അവർക്ക് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇപ്പോൾ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. ലോട്ടറി ഭാഗ്യം ഈ ചൊവ്വാഴ്ച ദിവസം അനിഴ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂട്ടാതി 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മീനക്കുറിൽപ്പെട്ട പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പുര, ഉത്രം 1/4 നാളുകാർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു നാളാണ് അനിഴം നക്ഷത്രം. അതുപോലെ തന്നെ തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. അനിഴ നക്ഷത്രപ്രകാരമാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇവർക്കെല്ലാം വന്നു ചേരുന്നത് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. രാഹുകേതു ദോഷ പരിഹാര പൂജയിൽ കഴിവതും ആൾക്കാരൊക്കെ ചേരുക. അപ്പോൾ എന്നെ കണ്ടിട്ട് എന്നോട് ഇഷ്ടം തോന്നുന്നവരൊക്കെ ചേരും, അതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒരു പൊരുത്തത്തിൻ്റെ പ്രശ്നമാണല്ലോ. ചിലർക്ക് താല്പര്യം തോന്നും, ചിലർക്ക് താല്പര്യം തോന്നത്തില്ല. ചിലരുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ചേരണമെന്നില്ല. അപ്പോൾ ഏതായാലും മഹാദേവൻ പ്രവർത്തിക്കുന്നവരിലൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. അവർ പൂജയിൽ പങ്കുചേരണമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.